WYD 2019 പാനമ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക യുവജന സംഗമത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഫിയാത്ത് മിനിസ്ട്രീസിന്റെ സ്ഥാപകൻ ശ്രീ സീറ്റ്ലി ജോർജ് മേച്ചേരി. ബ്രദർ സീറ്റ്ലി ജോർജ്, ചെയർമാൻ, ഫിയാത്ത് മിഷൻ. പ്രാർത്ഥനയിലും വിവിധ ശുശ്രൂഷകളിലും വേരൂന്നി വളർന്ന ജീവിതം. ഒരു ഘട്ടത്തിൽ ശ്രവിച്ച പരിശുദ്ധാത്മാസ്വരമനുസരിച്ച് വിജയകരമായി നടത്തിപ്പോന്ന കുടുംബ ബിസിനസ്സുകൾ അവസാനിപ്പിച്ച് 2006 മുതൽ മുഴുവൻ സമയ ശുശ്രൂഷകനായി തീർന്നു. മിഷൻ മേഖലകളുടെ വളർച്ചയ്ക്കായി യത്നിക്കാനുള്ള പരിശുദ്ധാത്മ വിളി തിരിച്ചറിഞ്ഞ ബ്രദർ സീറ്റ്ലി സമാന ചിന്താഗതിക്കാരായ ആത്മനിറവുള്ള ശുശ്രൂഷകരെ കൂട്ടിച്ചേർത്ത് ഫിയാത്ത് മിഷൻ മിനിസ്ട്രിക്ക് രൂപം നൽകി. മണിപ്പൂരിലെ മാറോം ഗോത്രഭാഷയിൽ ബൈബിൾ ഇല്ലെന്നറിഞ്ഞ 2010 ബൈബിൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ മുൻകൈയെടുത്ത ഫിയാത്ത് മിഷൻ ഇത് ദൈവനിയോഗമെന്ന തിരിച്ചറിവിൽ തുടർച്ചയായി 20ഓളം ഭാഷകളിലായി മാസം 50,000 ബൈബിളുകൾ പുറത്തിറക്കുന്നു. സഭ പീഡിപ്പിക്കപ്പെടുന്നിടങ്ങളിൽ ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്ന ശുശ്രൂഷ ശൈലി കൂടി സ്വീകരിച്ചിട്ടുള്ള ഫിയാത്ത് മിഷൻ ഇന്ത്യക്കകത്തും പുറത്തുമായി 30ഓളം സെന്ററുകളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അനേകം ശുശ്രൂഷകളിലൂടെ സുവിശേഷവൽക്കരണ രംഗത്ത് സജീവമാണ് ബ്രദർ സീറ്റ്ലി ജോർജ്. ഭാര്യ ബെറ്റ്സിയും 6 മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴും ദൈവവേലയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടാണ് ലോക സുവിശേഷവൽക്കരണം സ്വപ്നം കാണുന്ന ബ്രദർ സീറ്റ്ലിക്കുള്ളത്. സിറ്റ്ലി ചേട്ടാ, വെൽക്കം. സിറ്റ്ലി ചേട്ടൻ ഇതുവരെ എത്ര വേൾഡ് യൂത്തിൽ അറ്റൻഡ് ചെയ്തു? ഞാനിപ്പോൾ 6ാമത്തെ വേൾഡ് യൂത്തിലാണ് ഇപ്പോൾ പങ്കെടുത്തത്. പാനമയിൽ അറ്റൻഡ് ചെയ്ത് 6ാമത്തെയാണ്. ഓക്കെ, ഏതൊക്കെ വേൾഡ് യൂത്തിലാണ് പോയിരിക്കുന്നത്? ടൊറൻഡോ, പിന്നെ അത് കഴിഞ്ഞിട്ട് സിഡ്നി, അത് കഴിഞ്ഞ് സ്പെയിൻ, ബ്രസീൽ, പോളണ്ട്, ഇപ്പോൾ ഇതൊന്നും. സീറ്റ്ലി ചേട്ടൻ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 6 അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കാരണം? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഫിയാത്ത് മിഷനിൽ നിന്നാണ് വരുന്നത്. അതെ, ഫിയാത്ത് മിഷൻ്റെ മെയിൻ കാരിസം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഒരു കാരിസത്തോടു കൂടെ ഈ ഒരു ലോക യുവജനത്തിൻ്റെ സമയത്ത് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന സെൻറ്ററിലേക്ക് ഞാൻ എൻ്റെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുക അവിടെയാണ്. അതായത് വരുന്ന പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന പല യുവജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തും. കാരണം ആ ഒരു കാരിയസുള്ള മിനിസ്ട്രിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ കാരിസം പൂർണ്ണമായിട്ട് ആ ഒരു ലോക യുവജനത്തിന് കൊടുക്കാൻ വേണ്ടി ഞാൻ പറ്റാവുന്ന അത്ര സമയം അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് അവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതിലൂടെ അടുത്ത തലമുറ, അടുത്ത ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യൂത്താണ്. ഈ യൂത്തിൻ്റെ ഭാവിയാണ് ശരിക്കും പറഞ്ഞാൽ സഭ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യത്തെ വേൾഡ് യൂത്തിലേക്ക് അന്ന് കർത്താവ് എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അത് ഒരു അടുത്ത ലെവലിലേക്ക് ഒരു ആഗോള തലത്തിൽ ചിന്തിക്കാനായിട്ടും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഫ്രിക്കൻസോ അല്ലെങ്കിൽ ബൈബിൾ ഇല്ലാത്ത രാഷ്ട്രങ്ങളത്തെ ആൾക്കാരെ പരിചയപ്പെടുക എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഡയലോഗിലൂടെ അവർക്ക് ബൈബിൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യങ്ങളും. കാരണം ഞങ്ങളുടെ മിഷൻ്റെ മറ്റൊരു കാര്യമാണ് ബൈബിൾ പ്രിൻ്റ് ചെയ്ത് ബൈബിൾ ഇല്ലാത്ത രാഷ്ട്രങ്ങളിൽ ബൈബിൾ ഇല്ലാത്ത ട്രൈബൽസിന് വേണ്ടി ബൈബിൾ പ്രിൻ്റ് ചെയ്ത് എത്തിക്കുക എന്നുള്ളത്. അത് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അച്ഛന്മാരായിട്ടോ അല്ലെങ്കിൽ ബിഷപ്സായിട്ടോ അല്ലെങ്കിൽ വരുന്ന യുവജനങ്ങളായിട്ട് സംസാരിച്ച് അതിനുള്ള കാര്യങ്ങൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഉഗാണ്ടയിലത്തെ ഒരു ബൈബിൾ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒറ്റ കാരണം വേൾഡ് യൂത്തിൽ പരിചയപ്പെട്ട ഒരു അച്ഛനായിട്ടാണ് ഉഗാണ്ടയിലത്തെ ഒരു ബൈബിൾ, ഒരു ട്രൈബൽ ലാംഗ്വേജിലുള്ള ഒരു ബൈബിൾ. ഒന്നുകൂടി അതൊന്ന് വിവരിച്ച് പറയാമോ? അതായത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു അച്ഛൻ്റെ ട്രൈബിൽ ഇതുവരെ ബൈബിൾ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനുശേഷം ഉഗാണ്ടയിൽ അച്ഛനെ കാണാൻ പോയി. അതൊരു ട്രൈബൽ ലാംഗ്വേജിലാണ് ഉഗാണ്ടയിൽ ഒരു ട്രൈബൽ ലാംഗ്വേജ്, ഏറ്റവും വലിയ ദരിദ്രം പിടിച്ച ഒരു ട്രൈബൽ ലാംഗ്വേജ്. അവർക്ക് ബൈബിൾ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനും ആ ഒരു ട്രൈബൽ കാണാനായിട്ട് പോയി സംസാരിച്ച്. ഇപ്പോൾ അവരുടെ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തലിക് എഡിഷൻ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഓരോ വേൾഡ് യൂത്തിലൂടെയും കടന്നു വരുന്ന ചെയ്യാൻ പറ്റുന്ന മിനിസ്ട്രീസ് ഒക്കെ ചെയ്യും. ഈ ലോക യുവജന സംഘം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് ഹാപ്പനിങ്സ് ഉള്ളൊരു സ്ഥലമാണ്. അതായത് പാട്ട്, ഡാൻസ്, പേപ്പൽ പ്രസൻസ്, ഹോളി പേപ്പൽ മാസ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അതിനിടയിൽ ഫുൾ ടൈം ഇൻ്റർസെഷനിൽ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ചേട്ടന് അത് ചെയ്യാൻ പറ്റുന്നത്? അത് പേപ്പൽ മാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാറില്ല. അതേസമയം തന്നെ മറ്റ് സമയങ്ങളിൽ ഒരു മിനിറ്റ് പോലും കളയാതെ ബാക്കി സമയം മുഴുവൻ മധ്യസ്ഥപ്രാർത്ഥനയിൽ യുവജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റണമല്ലോ. കാരണം ലോക യുവജന ദിനത്തിന് വന്നിട്ട് ആ ഒരു ഇതിലേക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സാധനത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളുടെ കാര്യസ് അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാര്യസ് അതാണ്, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ കാര്യസ് അതാണ്. അത് ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നടത്തിക്കൊണ്ടിരിക്കും. അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വല്ല പ്രെയർ മെസ്സേജസോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു പെൺകുട്ടി എന്ന് പറഞ്ഞു, ഞാൻ സിസ്റ്ററാകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് കോൺഗ്രേഷനിൽ ചേരാൻ എന്തെങ്കിലും എന്നോട് അഡ്വൈസ് ചെയ്യാണ്ടോ എന്ന് ചോദിച്ചു. ആ തരത്തിൽ ഗൈഡ് ചെയ്യാൻ പറ്റി. ഇന്ത്യൻ അല്ല, പക്ഷേ അത് കർത്താവ് ആ തരത്തേക്ക് നയിച്ചു. അതായത് ഓരോ സമയങ്ങളിലും പിന്നെ കർത്താവ് തരുന്ന ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ഓരോ വേൾഡ് യൂത്തേക്കും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവിടെ കണ്ടുമുട്ടുന്ന ഇതുപോലെ വൈദികരും അവരൊക്കെ ആയിട്ട് പിന്നെ ഒരു മിഷൻ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാറുണ്ടോ? അതായത് ഇപ്പോൾ അവിടെ വെച്ച് കണ്ടുപിട്ടിയ ഒരു അച്ഛനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉഗാണ്ടയിലത്തെ ഒരു ട്രൈബൽ ലാംഗ്വേജിൽ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് അവിടെ വെച്ച് പരിചയപ്പെട്ടു. ആ ട്രൈബിളിൽ ബൈബിളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബൈബിള് ഞാൻ ഉഗാണ്ടയിൽ പോയി അതിന് വേണ്ടിയിട്ട് അവരെ ട്രൈബൽസിൻ്റെ ഇടയിൽ കൂടെ പോകാനും പിന്നെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അതേസമയം കാത്തലിക് എഡിഷൻ ബൈബിളില്ല. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ തുടങ്ങി. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേഷനും DTP വർക്കും ഡിസൈനിങ് ഒക്കെ ആയി. ഇനി പ്രിൻ്റ് ചെയ്ത് എത്തിക്കാന്നുള്ള ഒരു തരത്തിലേക്ക് എത്തി തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ. അത് വേൾഡ് യൂത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ആ ബന്ധം തുടങ്ങുന്നത് വേൾഡ് യൂത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള. അതായത് കാരണം നമ്മുടെ കാര്യസ് അനുസരിച്ച് നമ്മൾ അതിനായിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടും, വരുമ്പോൾ പരിചയപ്പെടും. പിന്നെ ഇത്ര ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും വരുമ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഫിയാത്ത് മിഷൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വേൾഡ് യൂത്തിനെയും പോകുന്നത്? അതൊരു ഇൻ്റർസെഷൻ മാത്രമാണോ അതോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഫിയാത്ത് മിനിസ്ട്രീസിൽ ഉപകാരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അതായത് അതിൽ ഒന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ആ ഒരു വേൾഡ് യൂത്തിയെ കണ്ടിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട്. മിഷൻ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. മിഷൻ കോൺഗ്രസ് അത് അവിടെ നിന്ന് എന്താണ് പഠിച്ചത് മിഷൻ കോൺഗ്രസ്? അതായത് അതിൻ്റെ അകത്താണ് ഒരു വൊക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് വേൾഡ് യൂത്തിലേക്ക്. അവിടെ അതായത് പല കോൺഗ്രിഗേഷൻസ് വന്ന് അവരവരുടെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയും. അവിടെയാണ് ദൈവവിളി തിരഞ്ഞെടുക്കാനും ഏത് കോൺഗ്രിഗേഷൻ ചേരണം എന്നുള്ളതും അതിലൂടെ കുറേ അധികം ദൈവവിളികൾ സംഭവിക്കുന്നുണ്ട്. യൂറോപ്യൻ സഭയിൽ നിന്നും അമേരിക്കൻ സഭയിൽ നിന്നും എല്ലാം ആഫ്രിക്കൻസ് ആണെങ്കിലും പലരും പല കോൺഗ്രിഗേഷനിലും ചേരുന്നുണ്ട്. ഇതേ സാധനം കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് മിഷൻ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഓരോ മിഷനിലുള്ള കോൺഗ്രിഗേഷൻ മാത്രം. കേരളത്തിലെ കോൺഗ്രിഗേഷൻസ് ഇല്ല, മിഷനിലത്തെ കോൺഗ്രിഗേഷൻസിന് മാത്രം. അപ്പോൾ അവിടേക്ക് ആളുകൾ വന്ന് അവിടെ എൻറോൾ ചെയ്തൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേൾഡ് യൂത്ത് അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ പറഞ്ഞു പേപ്പൽ മാസിന് മുമ്പ് തലേദിവസം മുതൽ പ്രാർത്ഥിക്കാം. അപ്പോൾ എത്ര പേരാണ് ചേട്ടൻ്റെ ചുറ്റും ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അവിടെ വരുന്നത്? പേപ്പൽ മാസം ദിവസം നൈറ്റ് വിജിലുണ്ട്. ഈ നൈറ്റ് വിജിൽ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിത്യാരാധന ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കാര്യസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാര്യസ് എവിടെയാണ് നിത്യാരാധന നടക്കുക എന്നുള്ളത് കണ്ടെത്തും.
ആ ഒരു ചാപ്പലിനകത്ത് അന്ന് കൊടുക്കാനുള്ള മൊത്തം ദിവ്യകാരനായിട്ട് അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ഈ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്കുള്ള ഈ ദിവ്യകാരനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഒരു ചാപ്പലിനകത്ത്. ആ ചാപ്പൽ കണ്ടെത്തും. ആ ചാപ്പലിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അത് ഇപ്പോൾ ആദ്യത്തെ വർഷം തന്നെ അത് അങ്ങനെ ഒരു സാധനം കണ്ടുമുട്ടി. പിന്നെ അന്ന് തൊട്ട് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഓടി നടക്കും, കണ്ടെത്തും, അവിടെ നിന്ന് മധ്യസ്ഥം നടത്തും. വേൾഡ് യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ശരിക്കും ആനന്ദിച്ച് ആർമാദിക്കുന്ന ഒരു യുവജനത. അത് ദൈവനാമത്തിൽ അവർ നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ അവരുടെ മുഴുവൻ ആനന്ദവും അവർ പ്രകടിപ്പിക്കുന്ന ഇതുപോലെയുള്ള മ്യൂസിക്കലും ഡാൻസിലേക്കാണ്. പക്ഷെ ഇതേ യുവജനങ്ങൾ തന്നെ അവിടെ ഉള്ള പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ, നിത്യാരാധന കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ വളരെ സൈലൻ്റായിട്ട് ഭയങ്കര ഡീപ്പർ ഇമോഷൻസിൽ അവരിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ പേഴ്സണലായിട്ട് കാണാനിടയായി. കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സീറ്റ് ചേട്ടന് കുറേ കൂടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമായിരിക്കും. നിത്യാരാധന ചാപ്പലിൽ തന്നെ സാധാരണ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ടാവും. ഈ പ്രാവശ്യം ഫാത്തിമ മാതാവിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു. പലരും അതിൻ്റെ മുന്നിൽ നിന്ന് കൊന്തെത്തിക്കുന്നതും, അതേപോലെ തന്നെ കൽക്കട്ടയിലെ മദർ തെരേസയുടെ തിരുശേഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ലൈനായി നിന്ന് ഓരോരുത്തർ മാറി മാറി വന്ന് ചുംബിച്ച് പോകുന്നതും ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ നെക്സ്റ്റ് ലെവൽ കാണാനും പറ്റും അവിടെ. ഒരു സൈഡിൽ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. പേപ്പൽ മാസം തലേദിവസമാണെന്നുണ്ടെങ്കിലും വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും. ഈ പ്രാവശ്യം എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായത്, എനിക്ക് ശനിയാഴ്ച കുർബാന കാണാൻ പറ്റിയില്ല. കാരണം തലേദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും കുർബാന ഞാൻ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ഒരിക്കലും. അന്നത്തെ ദിവസം അങ്ങനെ മിസ്സായി പോയി, അതായത് പറ്റിയില്ല. അന്ന് അവിടെ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നില്ല. എങ്ങനെ കാണുന്നുള്ള എനിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ പേപ്പൽ മാസം തലേദിവസം നൈറ്റ് വീഡിയോയിൽ വന്ന് നിന്ന സ്ഥലത്ത് ഒരു അച്ഛൻ ബലിയർപ്പിക്കുന്നു. അതായത് ചെറിയൊരു ഗ്രൂപ്പിന് വേണ്ടി, ഒരു 5-10 പേർക്ക് വേണ്ടി ഒരു കുട പിടിച്ച് ഒരാൾ തൊട്ടപ്പുറത്ത് കുട പിടിച്ച് വെക്കുന്നു ആ സ്ഥലത്ത്. എന്നിട്ട് അവിടെ ആരാധനയ്ക്ക് വെച്ചു. എവിടെ പേപ്പൽ മാസം നടക്കുന്ന വലിയ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് അതൊരു രസമായിരുന്നു. അതായത് എനിക്ക് ആ മിസ്സായെന്നുള്ള വിഷമം തീർന്നു. കാരണം അന്നും ബലിയർപ്പിക്കാൻ പറ്റി തലേദിവസം എന്നുണ്ടെങ്കിലും ഈ തിരക്കിൻ്റെ ഉള്ളിൽ നിശബ്ദതയിൽ, അതായത് തിരക്കാണ്, ഫുൾ തിരക്കാണ്, എന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുന്ന് ബലിയർപ്പിക്കാനും അത് വലിയൊരു അനുഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ. ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ ഏറ്റവും ടച്ച് ചെയ്ത ഒരു നിമിഷം ഏതായിരിക്കും ഈ വേൾഡ് യൂത്തുകളിൽ അറ്റൻഡ് ചെയ്തപ്പോൾ? ആദ്യത്തെ പ്രാവശ്യത്തെ വേൾഡ് യൂത്തിലേക്ക് പോയപ്പോൾ ഒരാൾ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഡോക്ടർ വഴി തെറ്റിപ്പോയി. അപ്പോൾ ടിക്കറ്റ് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലാണ്, പൈസ മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, ആളിൽ പൈസയില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ടെൻഷനായി. ഞങ്ങൾക്ക് കാണാമായിരുന്നു, കാരണം ട്രെയിൻ വന്നു, ആൾക്ക് മാത്രം കയറാൻ പറ്റിയില്ല അതിനകത്ത്. അപ്പോൾ ആളവിടെ നിന്നു. അപ്പോൾ ആളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾക്കറിയാം. പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ നേരെ അടുത്തുള്ളൊരു പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു. പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയ പള്ളിയുണ്ട്, പള്ളിക്കകത്ത് പോയി ചെന്നു. അച്ഛനോടൊന്ന് സംസാരിച്ചു. അച്ഛൻ്റെ നിന്ന് പൈസ മേടിച്ചു. ഡോക്ടറായിരുന്നു. പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ അച്ഛനോട് ചോദിച്ചു, അഡ്രസ്സ് തരാമോ, പൈസ ഞാൻ ഇന്ത്യയിൽ എത്തിയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ പൈസ എനിക്ക് തിരിച്ചു തരണ്ട, കേരളത്തിൽ പോയിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതൊരു ഈ പൈസ എനിക്ക് തിരിച്ചു തരണ്ട, കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങളുടെ ഇടവക പള്ളിയിൽ കൊണ്ടുപോയിട്ട് ആ പൈസ നേർച്ചിട്ടാൽ മതി, അത് എനിക്ക് കിട്ടിക്കോളും. അതായത് ആ ഒരു ആഗോള സഭയെക്കുറിച്ചുള്ളൊരു വലിയൊരു കാഴ്ചപ്പാട് അതൊരു അടുത്തൊരു ലെവലിലേക്ക് എന്നെ ചിന്തിപ്പിച്ചു. കാരണം നമ്മളിപ്പോൾ ഇടുങ്ങി പോകുന്ന സമയത്ത് ഈ ആഗോള സഭയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാടായിരുന്നത്. കാരണം ഇവിടെ ചെയ്യുന്നതും സഭയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അവിടെ തിരിച്ച് കിട്ടും ഇവിടെ നിങ്ങൾ ഇട്ടാൽ. അങ്ങനത്തെ ഒരു വലിയൊരു വേറെ തലത്തിലേക്ക് കർത്താവ് എന്നെ നയിച്ചു. അതുപോലെ ഓരോ പ്രാവശ്യവും കർത്താവ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ അനുഭവങ്ങൾ തരാറുണ്ട്. സീറ്റ് ചേട്ടൻ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്നു, അവിടെ താമസിച്ചത് എവിടെയാണ്? അവിടുത്തെ തന്നെ ഒരു ഇടവകയിലത്തെ ഒരാളുടെ വീട്ടിലാണ് താമസിച്ചത്. അവർ എൻ്റെ പണ്ട് അതേപോലെ ഞങ്ങൾ കെയർ ചെയ്യുമായിരുന്നു. അതായത് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്റർ ഉള്ളൂ. എന്നാൽ പോലും നടന്ന് പള്ളിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് കാറ്റഗിസം ആ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു ഇംഗ്ലീഷ് കാറ്റഗിസ് അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കാറ്റഗിസിന് പോകുമ്പോൾ 100 മീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്ത് നിർബന്ധിച്ച് എന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കുമായിരുന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ഭയങ്കര കെയർ ആയിരുന്നു എല്ലാ കാര്യത്തിനും.
നിങ്ങൾക്ക് ചൂടെടുക്കില്ലേ? അപ്പോൾ പിന്നെ അവർ ചെയ്യുന്നതെല്ലാം മതിയോ എന്നുള്ളതിലേക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിതൊക്കെ വളരെ അധികമായിരുന്നു, എല്ലാ കാര്യവും വളരെ അധികമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നവർ. എങ്ങനെ വന്നാലും നിർബന്ധിച്ച് കാലത്ത് നമുക്ക് ഫുഡ് അവിടെ കിട്ടുമെങ്കിലും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വിടില്ല. രാത്രി നമുക്ക് വേൾഡ് വിദ്യയായിട്ടുള്ള ഡിന്നർ ഉണ്ടെങ്കിലും അവരെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഡിന്നർ കഴിക്കണം. അതാണ് ഞാൻ വേൾഡ് വിദ്യ ഡിന്നർ അല്ല കഴിച്ചത്, വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ചു. കാരണം അവർ നമുക്ക് വേണ്ടി കാത്തുകയാണ്, എല്ലാ കാര്യവും നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 90% കാത്തലിക്സ് ഉള്ള ക്രിസ്ത്യൻസ് ഉള്ള ഈ സ്ഥലത്ത് എല്ലാ വീടുകളിലും ആൾക്കാർ താമസിപ്പിച്ചു. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. പോയ എല്ലാവർക്കും തന്നെ വലിയ അനുഭവമായിരുന്നു. അവർക്ക് എപ്പോഴും ഒരു നമ്മളെക്കുറിച്ച് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. എനിക്കിതിനേക്കാളും വേറൊരു അനുഭവം ഉണ്ടായത്, ഇതിന് മുന്നൊരിക്കൽ ഒരു വേൾഡ് യൂത്തേക്ക് ഇപ്പോൾ എന്നെ താമസിപ്പിച്ച ഒരു പ്രൊട്ടസ്റ്റൻ്റിൻ്റെ വീട്ടിലായിരുന്നു. അവർ പോലും വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. അതായത് മാർപ്പാപ്പ വരുന്നതിന് നമുക്ക് ഇവിടുത്തെ കേരളത്തിലത്തെ സിനാരി അനുസരിച്ച് ഒരു മാർപ്പാപ്പ വരുന്നതിനൊക്കെ ഭയങ്കര എതിരുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ മാർപ്പാപ്പ വരുന്നതിന് നമ്മളെ വെൽക്കം ചെയ്തത് ഒരു പ്രൊട്ടസ്റ്റൻ്റ് വീട്ടിലാണ് താമസിപ്പിച്ചത്. ഇടവക തലത്തിലല്ലാതെ തന്നെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വീട്ടിൽ താമസിച്ച് മാർപ്പാപ്പ വരുന്നതിന് എല്ലാ തരം സഹായങ്ങളും ചെയ്തു തന്നിട്ട്, ഈ ഓരോ വേൾഡ് യൂത്തേക്ക് കാണുമ്പോൾ അതൊരു ബ്യൂട്ടിയാണ്. നമ്മളിവിടെ ശത്രുക്കളെ പോലെ കാണുന്ന ആൾക്കാർ അവിടെ ഒന്നിച്ച് നിൽക്കുക. വേറൊരു കാര്യത്തോടെ എനിക്ക് അനുഭവം തോന്നിയത്, ഈ പ്രാവശ്യം പനാമയിൽ ഇന്ത്യൻ അസോസിയേഷൻ പനാമ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡിൽ വരുന്ന എല്ലാവർക്കും മാർപ്പാപ്പ വന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യൻ അസോസിയേഷൻ മാത്രം ഫ്രീ ആയിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വൊക്കേഷൻ സെൻറ്ററിലും അതെ പല സ്ഥലങ്ങളിലും. ഗുജറാത്തികളാണ്, മൊത്തം ഗുജറാത്തികൾ, ഒറ്റ മലയാളി പോലും അതിനകത്തില്ല, ഒറ്റ കാത്തലിക് പോലും അതിനകത്തില്ല. അവരാണ് ഫ്രീ ആയിട്ട് വെള്ളം മാർപ്പാപ്പ വരുന്നതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ കണക്കിന് വെള്ളം കൊടുക്കുമായിരുന്നു തണുപ്പിച്ച്. അത് നമ്മൾ ഇന്ത്യനാണോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അവരിങ്ങനെ 2-3 കുപ്പിയെടുത്ത് എനിക്ക് തന്നു. എനിക്കും ഇതേ അനുഭവം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായി. അതുപോലെ ഞാൻ അവരുടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ചു കുടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഇന്ത്യൻ ലുക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് പറഞ്ഞത്? വി ആർ ഫ്രം ഇന്ത്യ. അപ്പോൾ ഹിന്ദിക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഹിന്ദിയിൽ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ഫ്രീ ആയിട്ടല്ലേ ഇത് ചെയ്യുന്നത്? അപ്പോൾ അവർ പറയാ, ജീസസിൻ്റെ നെയിമിൽ ഇത്രയും വലിയൊരു ഗാദറിങ് പാനമയിൽ നടക്കുമ്പോൾ ഇത് ചെയ്യാനുള്ളൊരു കടമ ഞങ്ങൾക്കുണ്ട് എന്നാണ് അവരത് പറഞ്ഞത്. അത് ഭയങ്കര ഒരു ബ്രദർഹുഡ് ഫീൽ ചെയ്ത ഒരു മൊമെൻ്റായിരുന്നു. ഇതുപോലെ തന്നെ അവിടെ വന്ന ഒരുവിധം നമ്മൾ സംസാരിച്ചിട്ടുള്ള എല്ലാ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ പിൽഗ്രിംസ് അവരെല്ലാവരും പറയുന്നത് അവിടുത്തെ ആതിഥ്യ മര്യാദയെക്കുറിച്ചാണ്. അതുപോലെ സ്ട്രീറ്റിൻ്റെ ക്ലെൻലിനെസ്സിനെ കുറിച്ച്. പലർക്കും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നമ്മളെ എങ്ങനെയും സഹായിച്ചിട്ടുണ്ട് എല്ലാവരും. ഭാഷയുടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രശ്നമായില്ല. എല്ലാം ആക്ഷൻ കൊണ്ടും സംസാരം കൊണ്ടും. ഞാൻ താമസിച്ച വീട്ടിൽ ഒരു 5 ദിവസം വളരെ കുറച്ച് സമയങ്ങളാണ് അവിടെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ ലേറ്റ് നൈറ്റായിട്ട് എത്താറുള്ളൂ. പക്ഷെ അവരെ ഡിന്നർ കഴിക്കും. പോരുന്ന ദിവസം അവിടുത്തെ വീട്ടിലത്തെ അമ്മച്ചി കരച്ചിലായിരുന്നു. അത് ആ സങ്കടം കൊണ്ട് കരച്ചിലായി. ആകെ ഇത്ര ദിവസം താമസിച്ചിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് എല്ലാ ദിവസവും സംസാരവും കാലത്തും സംസാരം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കരച്ചിലായിരുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്കും എൻ്റെയും കൺട്രോൾ പോയി. അല്ല, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഇതാണ്. ഞങ്ങൾ ചെല്ലുന്നതിന് അവരെ മകൻ വേറെ സ്ഥലത്ത് താമസിക്കണേ, മകൾ വേറെ സ്ഥലത്ത് താമസിക്കണേ, അവരെല്ലാം വിളിച്ചു വരുത്തി. അതായത് അവസാനത്തെ ദിവസം അതായത് ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി അവരെല്ലാം വന്ന്. അപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, പറഞ്ഞേൽപ്പിച്ചതായിരുന്നു. പക്ഷെ അവരുടെ വീട്ടിലേക്ക് ആൾക്കാർ കൊടുക്കാണ്ടായിരുന്നില്ല. വെള്ളൂരേക്ക് ഈ പ്രാവശ്യം ഫോറിനേഴ്സ് കുറവായിരുന്നു. ഇത് ഒരു ഹോളിഡേയ്സ് അല്ലാത്തതുകൊണ്ട്, അമേരിക്കയിലും യൂറോപ്പിലും ഹോളിഡേ അല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇത്രയധികം വേൾഡ് യൂത്തിലേ പോകുന്നു, ചേട്ടൻ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ഇതിൻ്റെ യാത്രാ എക്സ്പെൻസുകളും അതൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യപ്പെടുന്നത് ചേട്ടാ? ആദ്യത്തെ 2-3 തവണ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്തായിരുന്നു. അത് കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ ഫുൾ ടൈമറായി. 2006 തൊട്ട് ഫുൾ ടൈമറാണ്. അതിനുശേഷമുള്ള വേൾഡ് യൂത്തേക്ക് ഒരാൾ സ്പോൺസർ ചെയ്യായിരുന്നു. അതായത് ഫിയാത്ത് മിഷനിൽ ഒരിക്കൽ എനിക്കൊരു മെയിൽ വന്നു. അതായത് ബ്രദർ എവിടേക്ക് പോകാമെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. ഞാൻ തിരിച്ച് എഴുതി, എനിക്ക് കുറേ യാത്രകളുണ്ടാവും, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കെനിയയ്ക്ക് പോയി. അതിനുശേഷം എൻ്റെ എല്ലാ ട്രാവലും ലോകത്തിലെ ഏത് എയർപോർട്ടിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലേക്കും, ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, എല്ലാ ട്രാവലും ഒരു വ്യക്തി സ്പോൺസറായിരുന്നു. അപ്പോൾ എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ്സും. അപ്പോൾ വേൾഡ് യൂത്തേക്ക് പോകുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അത് പറഞ്ഞാൽ. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെയാലും വരും. പിന്നെ ഈ കഴിഞ്ഞ 2016 തൊട്ട് 2 പേര്
ഒപ്പം സ്പോൺസർ ചെയ്യാൻ തയ്യാറായിട്ട് കടന്നു വന്നു. അപ്പോൾ മിനിസ്ട്രി പെട്ടുള്ള പലർക്കും ഫ്രീ ടിക്കറ്റ് ഉണ്ട്, എനിക്കും ഉണ്ട് ഫ്രീ ടിക്കറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് യൂത്ത് ഡേ ദൈവത്തിൻ്റെ ഒരു പ്രോവിഡൻസിൻ്റെ വഴികൾ നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേൾഡ് യൂത്ത് ഡേ ഒരു പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാരണഗതിക്ക് നമ്മൾ യുവാക്കൾ യുവതികൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സാധാരണ പ്രായപരിധിയൊക്കെ പറയുന്നത് ഒരു 18 to 35 or 18 to 40 റേഞ്ചിലേക്കാണ്. എന്തായാലും ചേട്ടൻ അത് കടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും വേൾഡ് യൂത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിന് എന്തെങ്കിലും തക്കതായ കാരണമുണ്ടോ? അതായത് ഈ ചോദ്യം തന്നെ ഒരിക്കൽ ജോൺ പോൾ സെക്കൻഡിനോട് ചോദിച്ചിട്ടുണ്ട്. പോപ്പിനോട് ചോദിച്ചപ്പോൾ പോപ്പ് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ എല്ലാ വേൾഡ് യൂത്തിലേക്കും ഫസ്റ്റ് രജിസ്ട്രേഷൻ എൻ്റെയാണ്. എനിക്ക് പങ്കെടുക്കാമെങ്കിൽ യൂത്തിനെ സ്നേഹിക്കുന്ന ആർക്കും ഏത് വേൾഡ് യൂത്തിലേക്കും പങ്കെടുക്കാം. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ ടൊറൻറ്റോയിൽ പങ്കെടുക്കുന്ന സമയത്തുണ്ടായ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരുന്ന് വായിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ യൂത്തിനെ സ്നേഹിക്കുന്ന ആർക്കും വേൾഡ് യൂത്തിലേക്ക് പങ്കെടുക്കാം. അതുകൊണ്ടാണ് ഇന്നും അതായത് യൂത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ടും ആ ഒരു ജീസസ് യൂത്തിലൂടെയാണ് കൂടുതൽ കടന്നു വന്നത്. ആ ഒരു ഫോർമേഷനിലൂടെ കടന്നു വന്ന ജീസസ് യൂത്തിലൂടെയാണ്. അപ്പോൾ യൂത്തിനോടുള്ള സ്നേഹം കൊണ്ടും യൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഇപ്പോഴും എത്ര കാലം പോകാൻ കർത്താവ് അനുവദിക്കുന്ന ആ കാലങ്ങളെല്ലാം വേൾഡ് യൂത്തിലേക്കുണ്ടാവും. അതുപോലെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സീറ്റ്ലി ചേട്ടനെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പലരുടെ ഉള്ളിൽ ഇതുപോലൊരു വേൾഡ് യൂത്തിന് എനിക്കും കൂടണം എന്നുള്ള ആഗ്രഹമൊക്കെ പൊട്ടിമുളച്ചിരിക്കുന്ന സമയമായിരിക്കും. പക്ഷേ പല ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആയിരിക്കാം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് പോകാൻ പറ്റുന്നില്ലായിരിക്കാം. അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ സീറ്റ്ലി ചേട്ടൻ? ഓരോ വേൾഡ് യൂത്തിലേക്കും കർത്താവ് എല്ലാവരോടും, അതായത് ഒരു ആഗോള സഭയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ്. അവസാനത്തെ പേപ്പൽ മാസിലൂടെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഒരു അഭിഷേകം, ഒരു അടുത്ത വേൾഡ് യൂത്ത് ഡേ വരെ പോകാനുള്ള ഒരു അഭിഷേകം ഓരോ പേപ്പൽ മാസിൽ നമുക്ക് കിട്ടും. അതൊരു അതാണ് അടുത്ത വേൾഡ് യൂത്ത് ഡേ വരെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അഭിഷേകം നമ്മുടെ കയ്യിൽ കർത്താവ് തരും ഓരോ പേപ്പൽ മാസിലൂടെയും. അത് നമ്മളെ നയിച്ചോളും. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക, കർത്താവ് നടത്തിക്കോളും. അത് എല്ലാവരും വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം, അതായത് ഒരു വേൾഡ് യൂത്ത് ഡേ എങ്കിലും ഇന്ത്യയിൽ വെച്ച് നടക്കാൻ വേണ്ടി. എനിവേ സീറ്റ്ലി ചേട്ടാ, എന്താ പറയുക, സീറ്റ്ലി ചേട്ടൻ പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഒത്തിരി ഇൻസ്പിറേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ മിനിസ്ട്രി ഇൻ അബൻഡൻസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.